أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിന്റെ ഈ പകലുകളിലും അതിന്റെ രാവുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പുണ്യവും സ്വർഗവും ആഗ്രഹിച്ച് ത്വരിത ഗമനം നടത്തുന്ന, കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു പരിശുദ്ധ റമദാനിനെ യഥാവിധി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രാർത്ഥനകളുടെ ഉത്തരമായി പരിശുദ്ധ റമദാനിലേക്ക് അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയിരിക്കുകയാണ്. രണ്ടാമത്തെ നോമ്പാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ അതിന്റെ പകൽ മുഴുവൻ നോമ്പുകാരായും ദാഹവും വിശപ്പും ഭൗതികമായ ഇച്ഛകളെയൊക്കെ പിടിച്ചുകെട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കാനും രാത്രി അള്ളാഹുവിന്റെ മാർഗത്തിൽ തറാവീഹും തഹജ്ജുദും മറ്റ് അനുഷ്ഠാനങ്ങളുമായി പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ കഴിച്ചുകൂട്ടണമെന്നാണ് നമ്മളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തോടൊപ്പം തന്നെ അതിനുള്ള നിരന്തരമായ കണിശമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എല്ലാ റമദാനിലും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ഏറെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷേ പലപ്പോഴും റമദാൻ കടന്നു പോകുമ്പോൾ അതിന് സാധിക്കാത്തവരായി മാറുകയാണ് നമ്മൾ പലപ്പോഴും. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ എന്നാലാവുന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആനുമായും അള്ളാഹുവിന്റെ ഈ മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന, അതിന് ഗുണകരമായി ഭവിക്കുന്ന എല്ലാ അമലു സ്വാലിഹാത്തുകളുമായും ഞാൻ മുന്നിലുണ്ടാകും എന്ന് ഓരോരുത്തരും നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്തുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യണം. നോമ്പ് നമ്മളെല്ലാവരും, കഴിവുള്ള എല്ലാവരും എടുക്കുന്ന, നോമ്പെടുക്കണം എന്ന വിഷയത്തിൽ നമുക്കാർക്കും ഒരു സംശയമില്ല. നമ്മളെ കുട്ടികൾ വരെ നോമ്പെടുക്കുന്ന വിഷയത്തിൽ മത്സരത്തിലാണ്. പക്ഷെ നമ്മള് നോമ്പെടുക്കുന്നതോടൊപ്പം ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്? നിങ്ങൾക്ക് തഖ്വാബോധം ഉണ്ടാകാൻ വേണ്ടി, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വാബോധമുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ ആയത്തിന്റെ തന്നെ അവസാനത്തിൽ റമദാൻ എന്ന് ആകെ കൂടി ഖുർആനിൽ ഒരൊറ്റ പ്രാവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ എവിടെയും ഇത് കാണില്ല. ഈ റമദാൻ എന്ന പദം അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് റമദാനിന്റെ സവിശേഷത എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. ശഹ്റു റമദാൻ, റമദാൻ എന്ന മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്.
ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. എന്താണ് ഖുർആൻ? അതിന്റെ വിശദാംശം പിന്നീട് പറയുന്നു. മനുഷ്യർക്കുള്ള സന്മാർഗത്തിന്റെ ഗ്രന്ഥമായി, വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ആ സന്മാർഗത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായി, വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് രണ്ടിനെയും രണ്ടാക്കി മാറ്റി നിർത്തുന്ന ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും, അറബി ഭാഷ അറിയുന്നവർക്കറിയാം അവിടെ ഫ ഉപയോഗിച്ചതിന്റെ അർത്ഥം ഈ പരിശുദ്ധമായ വേദഗ്രന്ഥത്തെ അവതരിപ്പിക്കപ്പെട്ട റമദാൻ ആയതുകൊണ്ട്, ആയതിനാൽ ഫമൻ ഷഹിദ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ, സന്നിഹിതരാണ്, ജീവിച്ചിരിപ്പുണ്ട്, നോമ്പെടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഫല്യസും, അക്കാരണത്താൽ തന്നെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് റമദാനിന് വേണ്ടി വെച്ച ഒരു പ്രത്യേകമായ ആചാരം, ചടങ്ങ് എന്നതിനപ്പുറം പരിശുദ്ധ ഖുർആനിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമാണ് നോമ്പ്. അള്ളാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ്. അത് ഖുർആൻ മാത്രമല്ല, പ്രാമാണികരായ മുഫസ്സിറുകളുടെ അഭിപ്രായമനുസരിച്ച് അള്ളാഹുവിന്റെ ഏടുകളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത് പരിശുദ്ധ റമദാനിലാണ്. ആ റമദാനിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെയും അവതരിപ്പിച്ചത്. ഒരുപാട് ആയത്തുകളിൽ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. പവിത്രമായ ഒരു രാത്രിയിലാണ് നാം പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനായിരുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഈ പരിശുദ്ധ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം പവിത്രമാണ്. നിങ്ങൾ നോക്ക്, ഖുർആൻ അവതീർണമായ ആ ഹിറാ ഗുഹ ഇന്നും പവിത്രമായി സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മലക്ക്, കൊണ്ടുവന്ന മലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അനുഗ്രഹീതനായ മലക്കാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നാട് മക്ക മുബാറക, മക്കത്തുൽ മുകറമ, ആദരിക്കപ്പെട്ട നാടായിട്ടാണ് അറിയപ്പെടുന്നത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അഫ്ളലായ പ്രവാചകൻ എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസവും ആ ദിവസം തെരഞ്ഞെടുത്ത മാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുന്നു, ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യമായിട്ട് ബൈത്തുൽ ഇസ്സയിലേക്ക് പരിശുദ്ധ വേദഗ്രന്ഥം ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. പിന്നീട് 23 കൊല്ലക്കാലം കൊണ്ട് ഓരോ സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണത്. നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീനാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് റൂഹുൽ അമീൻ എന്ന് പറയുന്നത്. വിശ്വസ്തനായ ആത്മാവ് അത് പിന്നീട് അത് ഇറക്കിക്കൊടുത്തു. അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്ക്, ലിതകൂന മിനൽ മുൻദരീൻ, മുന്നറിയിപ്പ് നൽകുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി, ബിലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ ആ പരിശുദ്ധ വേദഗ്രന്ഥം ജിബ്രീൽ മുഖേന നാം താങ്കൾക്ക് അവതരിപ്പിച്ചതെന്നു എന്ന് ഖുർആൻ പറയുന്നു. എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും അതുവരെ ഓതിയ ഖുർആനിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ എല്ലാ ആയത്തുകളും ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീണ്ടും ഓതി കേൾപ്പിക്കുകയും അതിന്റെ തർത്തീലില്, അതിന്റെ രീതിയിൽ തന്നെ പ്രവാചകനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വകാന ജിബ്രീൽ അലൈഹിസ്സലാം യൽഖാഉ ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും ജിബ്രീൽ അലി മിൻ റമദാൻ, റമദാനിന്റെ എല്ലാ രാത്രിയിലും ജിബ്രീൽ എന്നെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഫയുദാരിസുൽ ഖുർആൻ, ഖുർആൻ എന്നെ പഠിപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ രീതിയിൽ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമ് മനുഷ്യന് താങ്ങാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് തൂരിസീന പർവ്വതത്തിൽ അള്ളാഹുവിന്റെ കലാമ് അവതരിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണതിന്റെ കാരണം അതാണ്. അത് മനുഷ്യന് താങ്ങാൻ കഴിയില്ല. അതേസമയം ലൗഹുൽ മഹ്ഫൂദിലേക്ക്, ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്
അള്ളാഹുവിന്റെ റസൂലിലേക്ക് മനുഷ്യർക്ക് ഓതാൻ പാകത്തിൽ, കേൾക്കാൻ പാകത്തിൽ, പഠിക്കാൻ പാകത്തിൽ അതിനെ രൂപം മാറ്റി മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഖുർആനിന്റെ അവതരണം നടത്തിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം അത് ആ രീതിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. ഈ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മേലിലാണ് ഇറങ്ങുന്നതെങ്കിൽ ലറഅയ്തുഹു ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനോടുള്ള പേടി കാരണം ആ പർവ്വതം കിടുകിടാ വിറക്കുന്നത് പ്രവാചകരെ താങ്കൾക്ക് കാണാമായിരുന്നു. വതിൽകൽ അംസാലു നദരിബുഹാ ലിന്നാസ്. ഇത്തരത്തിൽ ഉദാഹരണങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് ഉദാഹരിച്ചു കൊടുക്കുന്നു. ലഅല്ലഹും യതഫക്കറൂൻ. അവരിതിനെ കുറിച്ച് ചിന്തിക്കുന്നവരായേക്കാം എന്നതുകൊണ്ടാണ് അള്ളാഹു അത് ചെയ്യുന്നത്. അത്രയും പവിത്രമായ ആ പരിശുദ്ധ വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻ ജുലൂദിൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. ഏറ്റവും നല്ല വചനം, ഏറ്റവും ഉത്കൃഷ്ടമായ വചനം നിങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു തന്നു. കിതാബൻ മുതശാബിഹൻ മസാനിയ, പരസ്പര അർത്ഥങ്ങൾ, പരസ്പര സാദൃശ്യമുള്ള, പരസ്പരം കോർത്തിണക്കപ്പെട്ട ഒരു ഗ്രന്ഥം. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളുടെ തൊലി, അവരുടെ രോമാഞ്ചം, അവരുടെ തൊലികളിലുള്ള രോമം എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള പിന്നെ അള്ളാഹുവിനുള്ള പേടി കാരണം അവരുടെ തൊലിയും അവരുടെ ശരീരവുമൊക്കെ പടച്ചവനിലേക്ക് വിനയത്തോടു കൂടി താഴുന്ന ഒരവസ്ഥയിലുള്ള ഖുർആൻ, ആ പരിശുദ്ധമായ വേദഗ്രന്ഥം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പല രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കിതാബ് എന്ന് പറയുന്നു, ചില സ്ഥലങ്ങളിൽ ദിക്ർ, അതുപോലെ തന്നെ നൂറ്, ഹുദ, ബുർഹാൻ, ഷിഫ, ഖയ്യിം, ഈ പല രീതിയിലും പരിചയപ്പെടുത്തിയ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ റസൂലിന് അത് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടത്? അതും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. മനുഷ്യന്റെ സന്മാർഗത്തിന്റെ ഗ്രന്ഥം ഇതാണ്. ലോക മനുഷ്യര് ഖിയാമത്ത് വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും, ഇത് മുസ്ലിമിന്റെ മാത്രമല്ല, മുഴുവൻ മനുഷ്യരുടെയും അവരുടെ ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ ഗ്രന്ഥം ഇതാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ. ആ സന്മാർഗം എങ്ങനെയാണ് വന്നെത്തുക എന്നതിനെ കുറിച്ച് വ്യക്തമായ വിശദാംശം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വൽ ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിച്ചു നിർത്തുന്ന മഹത്തായ ഗ്രന്ഥം ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും. മനുഷ്യന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഈ ഖുർആൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഈ ഖുർആൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വശിഫാഅൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനവും ഈ പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഹിദായത്തിന്റെ ഗ്രന്ഥമായി, മനുഷ്യന്റെ സകലമാന പ്രശ്നങ്ങളുടെയും ഗ്രന്ഥമായി, അതുപോലെ തന്നെ മനുഷ്യൻ വേർതിരിഞ്ഞു പോയ വിവിധ മതങ്ങളും വിവിധ രീതികളും വിവിധ ആരാധനാ സംവിധാനങ്ങളും ഒക്കെയായി വേർതിരിഞ്ഞു പോയ മനുഷ്യവർഗത്തിന് നേർവഴിയിലേക്ക് വരാനുള്ള ഒരു ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചു. കാനന്നാസ് ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമൂഹം ഒരൊറ്റ സമൂഹമാണ് ആയിരുന്നു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് കൊടുക്കുന്നവരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായി അവന്റെ ദൂതന്മാരെ അയച്ചു. വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖി. അവരോടൊപ്പം യാഥാർത്ഥ്യപൂർണമായ വേദങ്ങളെയും അല്ലാഹു ഇറക്കി, കിതാബുകളെ ഇറക്കി. ലിയഹ്കുമ ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി. ഫീമഖ്തലഫൂ ഫീഹി. അവരേതൊരു വിഷയത്തിലാണോ ഭിന്നിച്ചു കൊണ്ടിരുന്നത് ആ വിഷയത്തിൽ അവർക്ക് നീതി കൽപ്പിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, വമാ അൻസൽനാ അലൈക്കൽ കിതാബ. ഈ വേദഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടില്ല ഇല്ലാ ലിതുബയ്യന ലഹുല്ലദീന ഇഖ്തലഫൂ ഫീഹി. ഏതൊരു വിഷയത്തിലാണോ അവർ പരസ്പരം ഭിന്നിച്ചിരുന്നത്, അതാണ് ശരി, ഇതാണ് ശരി, ആ മതമാണ് ശരി, ഈ മതമാണ് ശരി എന്ന അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മുഴുവനുമുള്ള പരിഹാരമായി ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വഹുദം വറഹ്മത്തൽ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വാസികളായ സമൂഹത്തിന് സന്മാർഗത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഗ്രന്ഥമായി ഇറക്കപ്പെട്ടത് കൂടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണ്. ആ ഖുർആനിനെ നെഞ്ചേറ്റുന്നവരുടെ മാസമാണ്. ആ ഖുർആനിനെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കേണ്ട മാസമാണ്. ഖുർആൻ മാറ്റിവെച്ചുകൊണ്ട് നോമ്പെടുക്കുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഖുർആന്റെ ആഘോഷത്തിന്റെ മാസമായ ഒരു മാസത്തിന്റെ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമാണ് റമദാൻ നോമ്പ്. ആ നോമ്പെടുക്കുന്നത് ഇതിനു വേണ്ടിയാണ്, ഖുർആനിനെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. പൂർവ്വസൂരികളായ മുഫസ്സിറുകളുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവര് റമദാൻ വന്നാൽ 2-3 ദിവസം കൊണ്ട്, ചിലര് ഒരു ദിവസം കൊണ്ടൊക്കെ ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്തിരുന്നു എന്ന് കിതാബുകളിൽ നമ്മൾ വായിക്കുന്നു. നമ്മളാകട്ടെ പരിശുദ്ധ ഖുർആനുമായി ബന്ധമുള്ളവർ തന്നെയാണ് റമദാനിൽ. പക്ഷെ കാര്യഗൗരവത്തോടുകൂടി പരിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നവരല്ല പലരും. കേവലം അങ്ങ് പാരായണം ചെയ്തു പോവുകയും അതൊക്കെ തന്നെയും എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോ ഒരു ചടങ്ങ് രീതിയിൽ നമസ്കാരത്തിന്റെ മുമ്പോ നമസ്കാരത്തിന് ശേഷമോ ഒക്കെ കുറച്ചു സമയം പള്ളിയിലിരുന്നോ വീട്ടിലിരുന്നോ ചെയ്യേണ്ട ഒരു കർമ്മമായി, അതൊരു സുന്നത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാം. ഓതിയാ കൂലി കിട്ടും, ഓതിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന ഒരു ശരാശരി അവസ്ഥയിലാണ് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളുള്ളത്. യഥാർത്ഥത്തിൽ അതല്ല. അതിനെയാണ് ഈ മാസം നമ്മൾ ആഘോഷിക്കേണ്ടത്, അതിനെയാണ് കൈവെക്കേണ്ടത്, അതിനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ 2 വിഭാഗം ആളുകളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമൂഹത്തിൽ ബാക്കിയുണ്ടാവുക. ഇന്നും അതങ്ങനെ തന്നെയാണ്. 2 വിഭാഗം ആളുകൾ ഉണ്ടാകും. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുക എന്നുള്ളത് കൂടി പരിശോധിക്കണം. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. സത്യവിശ്വാസികളായ ആളുകൾ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അവര് അള്ളാഹുവിന്റെ ഗ്രന്ഥം അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പടപടാന്ന് പിടക്കും, അവരുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ഗ്രന്ഥം അവർക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുത്താൽ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ രക്ഷിതാവിൽ വരമേൽപ്പിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുത്ത സമൂഹം ഇതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭൂരിഭാഗം 99% ആളുകളും നിരക്ഷരരായ, എഴുത്തും വായനയും അറിയാത്ത, അള്ളാന്റെ റസൂല് പോലും ഉമ്മിയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എഴുത്തും വായനയും അറിയാത്ത. അതുകൊണ്ടാണല്ലോ ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ എന്ന് പറഞ്ഞപ്പോ മാ അനബി ഖാരിഹിൻ, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല, എനിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് 3 പ്രാവശ്യം അള്ളാന്റെ റസൂലിന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. പ്രവാചകൻ ഇറങ്ങി വന്നപ്പോ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നവരും ഭൂരിഭാഗം ആളുകളും എഴുത്തും വായനയും അറിയാത്തവരാണ്. അതുകൊണ്ടാണ് റസൂല് കാത്തിബുകളെ വെച്ചത്. എന്തെങ്കിലുമൊക്കെ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ എഴുതാനറിയുന്നവരുടെ ഒരു സംഘം റസൂല് പ്രത്യേകമായി ഏർപ്പാട് ചെയ്തിരുന്നു. കാരണം എല്ലാവർക്കും അതറിയില്ല. ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ കലാം ഇറങ്ങുകയാണ്. ആ ഇറങ്ങിയ കലാം ഞങ്ങൾക്ക് ഇത് അറിയുന്ന സംഗതിയല്ല, ഞങ്ങൾ എഴുതാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ വായിക്കാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കന്ന് പിന്തിരിഞ്ഞു പോയ ഒരു മനുഷ്യനെയും നമുക്ക് കാണുക സാധ്യമല്ല. ആ ഉമ്മീയങ്ങളായ, ആ നിരക്ഷരരായ, ആ എഴുതാനും വായിക്കാനും അറിയാത്ത മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ ഈ കലാമ് മനഃപ്പാടമാക്കുകയും പഠിക്കുകയും അതിന്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ഖുർആനിന്റെ പ്രകാശമായി ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന ഖുർആനുകളായി അവര് മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, കുന്നാലാ നതജാവസു 10 ആയാത്തിൻ, അള്ളാഹുവിന്റെ ഈ കലാമിൽ നിന്ന് 10 ആയത്തുകൾ ഞങ്ങൾ വിട്ടുകടന്നിട്ടില്ല, ഞങ്ങളത് ഓതിപ്പോകാറില്ല. അത്താന തഅല്ലമഹുന്ന വനഅലമു ബിഹിന്ന വനഅലമു ഹലാലഹുന്ന വഹറാമുഹുന്ന ഫഊതീനൽ ഇൽമ വൽ അമല. ആ 10 ആയത്തിനെ ഞങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിലെ ഹലാലും ഹറാമും ഞങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി അത് ഞങ്ങളുടെ ഇൽമിന്റെയും ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെയും ഭാഗമാക്കാതെ 11ാമത്തെ ആയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സാക്ഷ്യം വഹിക്കുന്ന സമൂഹം. അതാണ് ഒന്നാമത്തെ വിഭാഗം. അള്ളാഹുവിന്റെ ഖുർആനിനെ നെഞ്ചേറ്റ് വാങ്ങിയ സമൂഹം, ജീവിതത്തിലേക്ക് എടുത്തു വെച്ചത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ അവരെ നിയന്ത്രിച്ചത് ഖുർആനാണ്. അവരുടെ ചോദ്യങ്ങൾ ഖുർആനിനോടാണ്. വയസ്അലൂനക മാദാ തുൻഫിഖൂൻ, എന്താണ് റസൂലെ ചെലവഴിക്കേണ്ടത് എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. അവർ താങ്കളോട് ചോദിക്കുന്നു, എന്താ ഞങ്ങൾ ചെലവഴിക്കേണ്ടത്? വയസ്അലൂനക അനിൽ അഹില്ല,
ചന്ദ്രന്റെ വൃദ്ധക്ഷയത്തെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു. വയസ്അലൂനക അനിശ്ശഹരിൽ ഹറാം, പവിത്രമായ മാസത്തെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. പിന്നെ ചോദ്യങ്ങളൊക്കെ ഖുർആനിനോടാണ്, ഉത്തരങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. ആ രീതിയിൽ ജീവിതത്തെ മാറ്റിപ്പണിയുക. ഒരു വിഭാഗം അവര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹനു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് ലഭിച്ച ഒരു വിഭാഗമാണ് ഞങ്ങള്. അതുകൊണ്ട് വമഹൈനാ ഇബ്തഗൈനൽ ഇസ്സത ഫീ ഗൈരിഹി, ആ ഇസ്ലാം അല്ലാത്ത, ഇസ്ലാമിന്റെ വേദഗ്രന്ഥമായ ഖുർആനിലല്ലാത്ത ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്ന് ഞങ്ങൾ ഇസ്സത്ത് തേടിപ്പോയാൽ അദല്ലനല്ലാഹ്, ഞങ്ങളെ അല്ലാഹു പതിതരാക്കി മാറ്റും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഞാൻ പറയുന്നത് ഇതാണ് ഒരു വിഭാഗം. അള്ളാഹുവിന്റെ ഖുർആൻ ജീവിതത്തിന്റെ വഴിയാക്കി വെച്ചവര്, ജീവിതത്തിന്റെ അടയാളമാക്കി വെച്ചവര്. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ചവനെ, പരലോകത്ത് അള്ളാന്റെ റസൂല് പറയുന്ന ഒരു വചനം പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി അടയാളപ്പെടുത്തിയാണ്. വഖാല റസൂലു, റസൂല് പറഞ്ഞു, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ പരിശുദ്ധ ഖുർആനിനെ ഇവര് പരിഹാസ്യമാക്കി വെച്ചിരിക്കുന്നു. അവർക്കത് വേണ്ട. അവരത് നല്ല പൊതിയിൽ പൊതിഞ്ഞ് നല്ല അലമാരയുടെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളില് സൂക്ഷിച്ചു വെക്കാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് കണ്ടത്. അവരെ കുറിച്ചാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, തൗറാത്ത് വഹിച്ച ആളുകൾ പിന്നത് വേണ്ടാന്ന് വെച്ച ആളുകൾ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയ സമൂഹത്തിന്റെ ഉദാഹരണം എത്ര മോശമാണ്. അക്രമികളായ ഒരു ജനതയെയും അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്തിലാക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മറ്റൊരിടത്ത് പറഞ്ഞു, ഇദാ തുത്ല അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ അവരെ ഓതിക്കേൽപ്പിച്ചു കൊടുത്താൽ വല്ലാ മുസ്തക്ബിറൻ, ഗർവ് കാരണം, അഹങ്കാരം കാരണം അവർ പിന്തിരിഞ്ഞു പോകുന്നു. കഅല്ലം യസ്മഅഹ, അതവർ കേട്ടിട്ടില്ല എന്നതുപോലെ. കഅന്നഫി ഉദനൈഹി വഖറ, അവരുടെ ചെവികളിൽ അടപ്പുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് റസൂലേ ഫബശ്ശിറു ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്, ശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. ഹൃദയത്തില്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കണം, നമ്മൾ ഏത് ഗണത്തിലാ പെടുക? ഒന്നാമത്തെ ഗണത്തിലാണോ രണ്ടാമത്തെ ഗണത്തിലാണോ നമ്മൾ പെടുക? നമുക്കറിയോ ഖുർആൻ? ഖുർആനിന്റെ അർത്ഥം അറിയോ? ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അറിയോ? ഖുർആനിന്റെ ആയത്തുകളിലൂടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സഞ്ചരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനു ലിൽ അബ്ദി യൗമൽ ഖിയാമ, അന്ത്യദിനത്തില് ഖുർആനും നോമ്പും ആ മനുഷ്യന് അനുകൂലമായി സാക്ഷി നിൽക്കും. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ ഈ മനുഷ്യന്റെ ഉറക്കത്തെ ഞാൻ കളഞ്ഞിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് ഫശഫഅനി ഫീഹി, ഞാൻ അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു. ഖാല ഫയശഫിഅൻ, നോമ്പിന്റെയും നമസ്കാര ഖുർആനിന്റെയും ശഫാഅത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമെന്നാണ്. നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഖുർആൻ നാളെ അവിടെ വന്നിട്ട് സാക്ഷി നിൽക്കുക? അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക വ അലൈക. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഖുർആൻ സാക്ഷി നിൽക്കും. ഓരോരുത്തരും ആലോചിക്കണം, എനിക്കിപ്പോ എങ്ങനെയായിരിക്കും ഖുർആൻ സാക്ഷി നിൽക്കുക? ഉത്തരം ആരും പറയണ്ട, നമുക്ക് തന്നെ കിട്ടും ഉത്തരം. 70, 75, 80 അല്ലെങ്കിൽ 40, 45, 50 വയസ്സ് വരെ അള്ളാന്റെ ഭൂമിയിൽ ജീവിച്ച നമ്മള് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും നല്ല ഉത്തുംഗങ്ങളിൽ കേറിപ്പിടിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മളിൽ പലരും എല്ലാം പഠിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷേ പഠിക്കാതെ പോയത് ഒന്ന് മാത്രമാണ്, അള്ളാന്റെ ഖുർആൻ. പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറ പോലും അറിയാത്തവര് നമ്മുടെ സമൂഹത്തിലില്ലേ? എന്തിനധികം പറയണം, സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥമറിയാതെ ഒരു ദിവസത്തിൽ 17 തവണ ആവർത്തിച്ചത് പാരായണം ചെയ്തിട്ട് ആർക്കെങ്കിലും തോന്നിയോ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കണല്ലോ, എന്താ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്? നിത്യമായി ഓതുന്ന സൂറകൾ എന്താണ് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നാൽ ഉണ്ടാവുക എന്ന് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാനുകൾ ഇനിയും കടന്നു വരും. റമദാൻ ഒരുപാട് കടന്നുപോയി. അടുത്ത റമദാനിലേക്ക് നമ്മൾ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷെ ഇനി 28 ദിവസങ്ങൾ നമുക്കുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മളൊരു തീരുമാനമെടുക്കുക. ഈ പരിശുദ്ധ ഖുർആൻ എത്ര ഓതി തീർക്കാൻ പറ്റുമോ ഏറ്റവും പുണ്യമായ കർമ്മമാണ്. ആ ഓരോ അർഫുകൾക്കും
അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഞാൻ 3 ഒറ്റ ഹർഫായിട്ട് കാണുന്നില്ല, 3 ഹർഫാണ്. ഓരോ ഹർഫുകൾക്കും പ്രതിഫലമുണ്ട്. 70,000 70,000 പ്രതിഫലമുള്ള ഈ ദിവസത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ചര്യ അനുസരിച്ച്, റസൂല് വളർത്തിയ സ്വഹാബത്തിന്റെ ചര്യ അനുസരിച്ച് പൂർവ്വസൂരികളായ മുഫസ്സിറുകൾ ചെയ്തതുപോലെ ധാരാളമായി ഓതുക, ധാരാളമായി ഓതുക. എത്ര ഓതാൻ കഴിയോ അത്രയും ഓതുക. ഏറ്റവും ചുരുങ്ങിയത് 1 പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാതെ റമദാന് കടന്നു പോവില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായി മാറണം നമ്മൾ. രണ്ടാമത്തത് അതുപോലെ തന്നെ അതിനു വേണ്ടി മാത്രമുള്ളതല്ലല്ലോ പരിശുദ്ധ ഖുർആൻ. നമുക്കറിയാം അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം അത് പഠനത്തിനു കൂടിയുള്ളതാണ്. എന്താണ് അതിലുള്ളത്, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, പരിശുദ്ധമായ ഒരു വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഇത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനും, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ ചിന്താശേഷി ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നതിന് കൂടിയാണ് ഇത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. കേവലം ഓതി പുണ്യം നേടുക മാത്രമല്ല, അങ്ങനെയല്ല ഇസ്ലാമിക സമൂഹം ഇതിനെ കൈകാര്യം ചെയ്തത്. ഇതിലൂടെ സഞ്ചരിക്കണം. ഇതിലൂടെ സഞ്ചരിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ, ലോകത്തിന്റെ മുമ്പിൽ ഹുദല്ലിന്നാസ്, മനുഷ്യന്റെ സന്മാർഗമായ ഈ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിന് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമുക്കിത് തിരിയണ്ടേ. ആദ്യം അവിടെ നിന്ന് തുടങ്ങണം. നമ്മൾ ഇതിനെ പഠിക്കുക, നമ്മൾ ഇതിനെ നന്നായിട്ട് പഠിക്കുക. ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. നമ്മുടെ മൊബൈലുകളിലും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ മാർഗങ്ങളുണ്ട്. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ന്യായം ഉണ്ടാവില്ല, മഹ്ശറയിൽ ഒരു ന്യായം ഉണ്ടാവില്ല, ഒരു ഉദറും പറയാൻ നമുക്ക് കഴിയില്ല. കൈകെട്ടി നിന്നിട്ട് ഹൗജത്തുൻ അലൈക, നിനക്കെതിരെ ഈ ഖുർആൻ സാക്ഷി നിൽക്കും എന്നിടത്തായിരിക്കും ഈ പോക്ക് പോയാൽ നമ്മൾ ഉണ്ടാകുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണം സ്വീകരിക്കുന്നതിന്റെ മുമ്പ്, അസ്രായിൽ വരുന്നതിന്റെ മുമ്പ് ഖുർആനിൽ നിന്ന് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ന്യായം ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അള്ളാഹുവിന്റെ ഈ പരിപവിത്രമായ ഈ മാസം റമദാൻ എന്ന് പറയുന്ന ഖുർആൻ അവതീർണമായ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും അതിന്റെ ഏറ്റവും വലിയ സത്തായ ആ ഖുർആനിനെ അതിനർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും പഠിക്കുകയും കഴിയാവുന്നത്ര ഹിഫ്ളാക്കുകയും ചെയ്ത് പരിശുദ്ധ ഖുർആനിനോടുള്ള തഅലീം, അതിനോടുള്ള ബഹുമാനം, അതിനോടുള്ള ആദരവ് നമ്മൾ പുലർത്തണം. അത് ജീവിതത്തിന്റെ ഭാഗമാണ്, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ്. അള്ളാഹു അതിന് കഴിവ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.